ഈ വർഷം ചക്ക തിന്നലെന്നും പറഞ്ഞാൽ വീട്ടുകാരെന്നെ കിടത്തി പുറപ്പിക്കുന്നില്ല. ഭയങ്കര കൊതിയല്ലായിരുന്നു. ചക്ക എന്നാ നിൽപ്പുണ്ട് തുഞ്ചത്താ. എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ തോട്ടിയില്ല. കയറി പിടിക്കാന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. എങ്കിലും അവരുടെ പൂതി അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം. അതുകൊണ്ട് ഈ പ്ലാവിൻ്റെ തെങ്ങ് തുഞ്ചത്താണ് കിടക്കുന്നത്. അതെ, ഒരു തരത്തിൽ ഇതിൻ്റെ മണ്ണിലെത്തി. അങ്ങനെ അവനെ നമ്മൾ താഴെ എത്തിച്ചിട്ടുണ്ട്. അവനെ ചുവതോടെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ പറയാം മുറിച്ച് കൊണ്ട് കൊടുക്കണം. മുറിച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇനി വെട്ടി കൊടുക്കണമെന്ന് പറയുമോ ആവും. ആദ്യം വെട്ട് കാർട്ടായിട്ട് കൊണ്ടിട്ടുണ്ട്. നല്ല കിണ്ടം കാച്ചി മൂപ്പ്, നല്ല മഞ്ഞച്ചള. ആദ്യം വെട്ട് കറക്റ്റായിരുന്നെങ്കിലും ഒരു വെട്ട് പാളിപ്പോയി. ചക്കയെല്ലാം മുറിച്ച് കൊടുത്തപ്പോഴത്തേക്കും ഭാഗ്യത്തിന് മമ്മി വന്നു. മമ്മി പിന്നെ അതെല്ലാം വെട്ടി ചക്കച്ചുളയെല്ലാം ഇരിഞ്ഞ് ചക്കച്ചുളയെല്ലാം ഞങ്ങളെല്ലാം ഒരുക്കി കൊടുത്തപ്പോഴത്തേക്കും മമ്മി അത് ശരിക്കും കീന്തിയെടുത്തു. ചക്കയ്ക്ക് ആവശ്യമായ തേങ്ങ ചിരണ്ടിയെടുത്തു. തേങ്ങയും വെളുത്തുള്ളിയും ഉള്ളിയും കാന്താരിമുളകും മഞ്ഞപ്പൊടിയും എടുത്തു. ആദ്യം വെളുത്തുള്ളിയും ചെറുള്ളിയും കാന്താരിമുളകും മഞ്ഞപ്പൊടിയും കൂട്ടി അരച്ചെടുത്തു. അതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുത്ത് അരഞ്ഞു കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്തു. അതിനുശേഷം അരപ്പെല്ലാം റെഡിയായതിനു ശേഷം ചക്കയ്ക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കരിവേപ്പിലയിട്ട് തീയിൽ കയറ്റി ആവി വന്നതിന് ശേഷം ചക്കയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ശരിക്കും നമ്മൾ കുടഞ്ഞെടുത്തു. വീണ്ടും തീയിൽ വെച്ച് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം ഒന്നും കൂടെ കുടഞ്ഞെടുത്ത് തീയിൽ കയറ്റി നമ്മൾ അരപ്പ് തയ്യാറാക്കി ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുത്തു. വെള്ളമെല്ലാം പറ്റി ചക്ക റെഡിയായി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് നമ്മളെടുത്തു. ഒപ്പം കുറച്ച് കാന്താരിമുളകും തലേദിവസം തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചിക്കറിയും നല്ല ചൂടൻ കട്ടൻ കാപ്പിയും കൂടെ കൂട്ടി ഒരു പിടുത്തം കൂടി പിടിച്ചു. ഇതിൽ കൂടുതൽ ഇനി എന്നാ വേണം?